ഇനി ലെൻസസ് ലോ എന്താണെന്ന് നോക്കാം. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് the direction of inducer current in a circuit is such that it opposes the cause or the change which produces it. Mathematically, E is equal to minus d by dt of phi b. ഫാരഡേസ് ലോ പറഞ്ഞ കാര്യം എന്താണ്? ഒരു സർക്യൂട്ട്, ഒരു ക്ലോസ്ഡ് സർക്യൂട്ട്, അതിൽ ഡെവലപ്പ് ചെയ്യുന്ന ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അതുകൊണ്ടാണ് നമ്മൾ ഈ എഴുതിയിട്ട് രണ്ട് സൈഡിലും അവിടെ മോഡ് ഇട്ട് കൊടുത്തത്, മാഗ്നിറ്റ്യൂഡാണെന്ന് കാണിക്കാൻ വേണ്ടി. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് ഫൈ ബി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് വിത്ത് റെസ്പെക്ട് ടു ടൈം, വിച്ച് ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. അതായിരുന്നു ഫാരഡേസ് ലോ. ലെൻസസ് ലോ പറയുന്ന കാര്യം എന്താ? ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാകുന്നു, ഓക്കെ, അതിന് ഫലമായി ഒരു കറൻറ്റ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആസ് വെൽ ആസ് ഇൻഡ്യൂസ്ഡ് കറൻറ്റ് ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ കറൻറ്റ് ഏത് ഡയറക്ഷനിൽ പോകും, ക്ലോക്ക് വൈസ് ആയിട്ട് പോകുമോ അതോ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് പോകുമോ എന്നുള്ളതാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം. ക്ലോക്ക് വൈസ് ആയിട്ട് പോകുമോ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് പോകുമോ എന്ന് കണ്ടെത്താനായി നിങ്ങൾക്ക് ആരോ ഉപയോഗിക്കാം? ലെൻസസ് ലോ ഉപയോഗിക്കാം. എന്താണ് ലെൻസസ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ്? ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസർ കറൻറ്റ്, ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് എടുക്കുക, അതിൽ കറൻറ്റ് ഏത് രീതിയിൽ പോകും, ക്ലോക്ക് വൈസ് ആയിട്ട് പോകുമോ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് പോകുമോ, അതാണ് ചർച്ചാ വിഷയം. ഇൻ എ സർക്യൂട്ട് ഈസ് സച്ച് ദാറ്റ് ഇറ്റ് ഒപ്പോസസ് ദ കോസ് ഓർ ദ ചേഞ്ച് വിച്ച് പ്രൊഡ്യൂസസ് ഇറ്റ്. അതായത് ആ ഇൻഡ്യൂസർ കറൻറ്റ്, ഒന്ന് ശ്രദ്ധിക്കുക, ആ ഇൻഡ്യൂസർ കറൻറ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള കാരണക്കാരൻ ആരാണ്? അവിടെയുള്ള ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡാണ്. മാഗ്നറ്റിക് ഫ്ലക്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ ആ ഇൻഡ്യൂസർ കറൻറ്റ് ഡെവലപ്പ് ചെയ്തത്. അവിടെ ഉണ്ടായ ആ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സിനെ അല്ലെങ്കിൽ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡിനെ ഒപ്പോസ് ചെയ്യുന്ന വിധത്തിലായിരിക്കും അവിടെയുള്ള കറൻറ്റ് ഒഴുകുന്നത്. മാത്തമെറ്റിക്കലി ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡി ബൈ ഡി ടി ഓഫ് ഫൈ ബി. ഫാരഡേസ് ലോയിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം മാത്രമേ മാത്തമെറ്റിക്കൽ ഫോമിനുള്ളൂ. ഫാരഡേസ് ലോയിൽ മാഗ്നിറ്റ്യൂഡ് ആണെന്ന് കാണിക്കുന്നതിന് വേണ്ടി ഇക്ക് ചുറ്റും നമ്മളൊരു മോഡ് ഇട്ട് കൊടുത്തിരുന്നു. ആ മോഡ് ഇവിടെ ഇല്ല. അതേപോലെ തന്നെ ഇ ഈക്വൽ ടു ഡി ഫൈ ബി ബൈ ഡി ടി ആയിരുന്നു ഫാരഡേസ് ലോ. ഇവിടെ മൈനസ് ഡി ഫൈ ബി ഡിവൈഡഡ് ബൈ ഡി ടി ആണ്. ഇവിടെ മൈനസ് സൈൻ വരാൻ കാരണം മാഗ്നറ്റിക് ഫ്ലക്സിൽ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഒപ്പോസ് ചെയ്തുകൊണ്ടായിരിക്കും അവിടെ ഇൻഡ്യൂസർ കറൻറ്റ് അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഡെവലപ്പ് ചെയ്യുന്നത്. അതുകൊണ്ടാണ്, അതായത് ഫൈ ബി എന്ന് പറയുന്നതിൻ്റെ ചേഞ്ചാണ് ഡി ഫൈ ബി ബൈ ഡി ടി. അതിനെപ്പോഴും ഒപ്പോസ് ചെയ്തുകൊണ്ടായിരിക്കും അവിടെ കറൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവിടെ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഒരു മൈനസ് സൈൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൻ്റെ ഫലമായിട്ടാണ് ഇൻഡ്യൂസ്ഡ് കറൻറ്റ് ഉണ്ടാകുന്നത്. കറൻറ്റ് എപ്പോഴും ആരെ ഒപ്പോസ് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡിലുണ്ടാകുന്ന ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യും. അതുകൊണ്ടാണ് നെഗറ്റീവ് സൈൻ അവിടെ വന്നിരിക്കുന്നത്. ഇനി ചെറിയൊരു സിറ്റുവേഷൻ കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ ഒരല്പം വിശദീകരിക്കാം. അതിനുവേണ്ടി ഞാനൊരു ഡബിൾ സൈഡ് ടേപ്പ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിളിന് വേണ്ടി മാത്രമാണ്. ഇത് നിങ്ങളൊരു ക്ലോസ്ഡ് സർക്യൂട്ടാണെന്ന് വിചാരിക്കുക. ഒരു ക്ലോസ്ഡ് സർക്യൂട്ടാണ്, അതല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള കറൻറ്റ് കടന്നു പോകാൻ കഴിയുന്ന ഒരു കണ്ടക്റ്റിംഗ് സർക്കുലർ റിംഗ് ആണ്. ഉള്ളിൽ കൂടെ കറണ്ടൊന്നും കടന്നു പോകുന്നില്ല, കടന്നു പോകാൻ കഴിവുള്ള കണ്ടക്ടറായിട്ടുള്ള ഒരു സർക്കുലർ റിംഗ് ആണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതൊരു മാഗ്നറ്റ് ആണെന്ന് വിചാരിക്കുക. ഇതൊരു റെഡ് മാർക്കർ പെന്നാണ്. റെഡ് ഉള്ള ഭാഗം നോർത്ത് പോളും അതിന് നേരെ ഓപ്പോസിറ്റുള്ള ഭാഗം സൗത്ത് പോളാണെന്ന് വിചാരിക്കുക. ഞാൻ ഇങ്ങനെ വെക്കുന്നു ഈ ഒരു സർക്കുലർ കോയിൽ. ഇതിപ്പോൾ ഡബിൾ സൈഡ് ടേപ്പ് അല്ല, ഇതിപ്പോൾ നമ്മുടെ കയ്യിലുള്ള സർക്കുലർ കോയിലാണ്. സർക്കുലർ കോയിൽ ഇതാ ഇങ്ങനെ വെക്കുന്നു. ഈ മാഗ്നറ്റിൻ്റെ നോർത്ത് പോള് എങ്ങോട്ട് കൊണ്ടുവരുന്നു? ഈ ഒരു സർക്കുലർ കോയിലിൻ്റെ ഈ ഭാഗത്തേക്ക് കൊണ്ടുവരുന്നതാ, ഇങ്ങനെയാണ് കൊണ്ടുവരുന്നത്. ആ സമയത്ത് ഇതിൻ്റെ അടിയിൽ ഒരു ഗാലനോമീറ്റർ വെച്ചിട്ടുണ്ട്. ഗാലനോമീറ്റർ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, ഈ ഫേസിൽ
ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറൻറ്റ് ഒഴുകുന്നത്. ഇനി ഒരല്പം ഇങ്ങോട്ട് ചെരിച്ച് പിടിക്കാം. ഇതാ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ നോർത്ത് പോള് ഈ ഫേസിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ ഭാഗത്ത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറൻറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത്, അല്ലെങ്കിൽ കറൻറ്റ് ഒഴുകുന്നത്, കറൻറ്റ് ഫ്ലോ ചെയ്യുന്നത്. എന്തുകൊണ്ട് ആൻറ്റി ക്ലോക്ക് വൈസിൽ പോയി? എന്തുകൊണ്ട് കറൻറ്റ് ആൻറ്റി ക്ലോക്ക് വൈസിൽ മാത്രം ഫ്ലോ ചെയ്യുന്നു? എന്തുകൊണ്ട് ക്ലോക്ക് വൈസിൽ ഫ്ലോ ചെയ്തുകൂടാ? അതിനുള്ള ആൻസറാണ് ലെൻസസ് ലോ. നോക്കാം നമുക്ക്. ഈ നോർത്ത് പോള് ശ്രദ്ധിക്കുക, നോർത്ത് പോള് ഈ കോയിലിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്തോറും ഈ കോയിലിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് കൂടി വരും. നോർത്ത് പോള് ഈ കോയിലിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരും തോറും ഈ കോയിലിന് ചുറ്റുമുള്ള മാഗ്നറ്റിക്, ഇത് പോളാണ്, അപ്പോൾ പോൾ അടുത്തേക്ക് കൊണ്ടുവരും തോറും ഈ കോയിലിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഒബ്വിയസ്ലി കൂടി വരുന്നു, ചേഞ്ച് ഉണ്ടാകുന്നു, മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ഉണ്ടാകുന്നു. അതുകൊണ്ട് ഇവിടെ ഒരു ഇൻഡ്യൂസ്ഡ് EMF ആസ് വെൽ ആസ് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഡെവലപ്പ് ചെയ്യുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ട് ഉണ്ടാകുന്നത്. എന്തുകൊണ്ട്? ഈ കോയിലിൽ ഉണ്ടാകുന്ന കറണ്ട് എന്തിനെ ഒപ്പോസ് ചെയ്യും? ഇതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യും. ഒന്നും കൂടി വിവരിക്കാം. ഞാൻ ഈ നോർത്ത് പോള് ഈ കോയിലിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് കൂടി വരികയാണ്. ഇവിടെ ഉണ്ടാകുന്ന കറണ്ട് ആ കൂടി വരുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ കുറയ്ക്കാനായിട്ട് നോക്കും. അതായത് മാഗ്നറ്റിക് ഫീൽഡ് കൂടി വരുന്നു, ആ കൂടി വരുന്ന മാഗ്നറ്റിക് ഫീൽഡിന്, അത് ഇവൻ കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് അല്ല, മാഗ്നറ്റ് കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡാണ്. നോർത്ത് പോൾ അടുത്തേക്ക് കൊണ്ടുവരും തോറും ഇതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് കൂടി വരികയാണ്. അങ്ങനെയെങ്കിൽ ഇതിൽ ഡെവലപ്പ് ചെയ്യുന്ന കറണ്ട് ആ കൂടി വരുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ കുറയ്ക്കുന്നതിനായി ശ്രമിക്കും. കുറയ്ക്കണമെങ്കിൽ എന്തു ചെയ്യണം? ഇത് നോർത്ത് പോളാണ്. അപ്പോൾ ഈ മാഗ്നറ്റ് ബാർ മാഗ്നറ്റാണ്. മാഗ്നറ്റ് കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഈ ഡയറക്ഷനിലാണ്, കാരണം അത് നോർത്ത് പോളാണല്ലോ. നോർത്ത് പോളിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വട്ടം തിരിഞ്ഞിട്ടാണ് സൗത്ത് പോളിൽ വന്ന് അവസാനിക്കുക. അങ്ങനെയെങ്കിൽ നോർത്ത് പോൾ മാത്രം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിലായിരിക്കും നോർത്ത് പോൾ കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ്. ഈ മാഗ്നറ്റിക് ഫീൽഡിനെ കുറയ്ക്കുകയാണ് കറണ്ടിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഈ സർക്കുലർ റിങ്ങിൽ കൂടി ഒരു കറണ്ട് പോയി കഴിഞ്ഞാൽ ഈ സർക്കുലർ റിങ് എന്തായിട്ട് ആക്ട് ചെയ്യും? ഒരു മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യും. ഈ മാഗ്നറ്റ് ഈ ബാർ മാഗ്നറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന് ഓപ്പോസിറ്റായിട്ടൊരു ഡയറക്ഷനിൽ മറ്റൊരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഒന്നുകൂടി വിശദീകരിക്കാം. ബാർ മാഗ്നറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഈ ഡയറക്ഷനിലാണ്, കാരണം നോർത്ത് പോൾ ഇങ്ങനെയാണ് കൊണ്ടുവരുന്നത്. അതായത് ഈ ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നത്. ബാർ മാഗ്നറ്റിൻ്റെ കറണ്ട് ഡെവലപ്പ് ചെയ്തു, ഈ റിങ് മാഗ്നറ്റായിട്ട് മാറി. കറണ്ടിന് എന്തിനുള്ള ടെൻഡൻസി ആയിരിക്കും? മാഗ്നറ്റിക് ഫീൽഡ് കൂടി വരുന്നതുകൊണ്ട് അത് കുറയ്ക്കാനുള്ള ടെൻഡൻസി ആയിരിക്കും. കുറയ്ക്കണമെങ്കിൽ പുറമേ നിന്ന് കൊടുക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിന് ഓപ്പോസിറ്റായിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം? മറ്റൊരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യണം. അതുകൊണ്ട് ഈ ഭാഗം നോർത്ത് പോളായി വരുന്ന വിധത്തിലായിരിക്കും കറണ്ട് അവൻ സെറ്റ് ചെയ്യുക. കാരണം ഈ ഭാഗം നോർത്ത് പോളായാലാണ് ഇങ്ങനെ പോകുന്ന ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിന് ഓപ്പോസിറ്റായിട്ട് മറ്റൊരു മാഗ്നറ്റിക് ഫീൽഡ് ഇദ്ദേഹത്തിന് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം ഇത് നോർത്ത് പോളാണെങ്കിൽ ഇങ്ങനെയായിരിക്കും ഇവൻ കാരണമുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ്. ഈ കയ്യിലുള്ള ബാർ മാഗ്നറ്റ് കാരണമുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ്. ഓക്കെ, ഇങ്ങനെ മൂവ് ചെയ്യുന്നതോട് കൂടിയിട്ട് ഇതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് കൂടുന്നു, കുറയ്ക്കാൻ നോക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ ഭാഗം നോർത്ത് പോൾ ആയാൽ മാത്രമേ പുറമേ നിന്നുള്ള മാഗ്നറ്റിക് ഫീൽഡ് കുറയ്ക്കാൻ പറ്റുള്ളൂ. നോർത്ത് പോൾ ആകണമെങ്കിൽ കറണ്ട് എങ്ങനെ ഒഴുകണം? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒഴുകണം. അതുകൊണ്ടാണ് ഈ ലൂപ്പിൽ നോർത്ത് പോൾ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് ഒഴുകുന്നത്. അത് ഈ ഭാഗം നോർത്ത് പോൾ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി തിരിച്ചെടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇത് നോർത്ത് പോൾ തന്നെയാണ്, തിരിച്ചെടുക്കുകയാണ്. അപ്പോഴും ഇവിടെ ഒരു കറണ്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. തിരിച്ചെടുക്കുമ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത്? നോർത്ത് പോൾ തന്നെയാണ്, തിരിച്ചെടുക്കുന്നു. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ മാറുന്നില്ല. ഓക്കെ, ഇത് നോർത്ത് പോൾ തന്നെയാണ്, ഞങ്ങൾ ഇങ്ങനെ പിടിക്കാം. ഇത് നോർത്ത് പോളാണ്.
ഞാൻ തിരിച്ചിങ്ങോട്ട് എടുക്കുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇതേ ഡയറക്ഷൻ തന്നെയാണ്, പക്ഷേ മാഗ്നറ്റിക് ഫീൽഡ് കുറയുകയാണെന്നർത്ഥം. ഒരല്പം ചരിച്ച് പിടിക്കുന്നു. ഇതാ ഇങ്ങനെ ഞാൻ പുറത്തേക്ക് എടുക്കുകയാണ്, നോർത്ത് പോളിനെ പുറത്തേക്ക് എടുക്കുകയാണ്. അതിനനുസരിച്ച് ഈ കോയിലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ കോയിലിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും? കുറയും. അപ്പോഴും ഇവിടെ ഒരു ഇൻഡ്യൂസർ കറണ്ട് ഉണ്ടാകും. ആ കറണ്ടിൻ്റെ ടെൻഡൻസി എന്തായിരിക്കും? ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് കുറയുകയാണ്, കൂട്ടാൻ ശ്രമിക്കും. ആദ്യം കൂടി വരുമ്പോൾ കുറയ്ക്കാൻ ശ്രമിച്ച കറണ്ട് കുറഞ്ഞു വരുമ്പോൾ കൂട്ടാനായിട്ട് ശ്രമിക്കും. അതായത് ഈ ബാർ മാഗ്നറ്റ് ഇതിൻ്റെ പുറത്തേക്ക് എടുക്കുമ്പോൾ ഇതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് കുറഞ്ഞു വരികയാണ്. ആ കുറയുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ കൂട്ടാനായിട്ട് നോക്കും. അങ്ങനെയെങ്കിൽ പുറമേയുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിൽ മറ്റൊരു മാഗ്നറ്റിക് ഫീൽഡ് ആര് പ്രൊഡ്യൂസ് ചെയ്യണം? ഇദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യണം. ഇദ്ദേഹത്തിന് അതേ ഡയറക്ഷനിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഈ ഭാഗം സൗത്ത് പോളായിരിക്കണം. കാരണം പറയാം, ഇതാ ഇത് നോർത്ത് പോളാണ്. നോർത്ത് ഇങ്ങനെ ആയിരുന്നു നിൽക്കാം. ഇത് നോർത്ത് പോളാണ്. നോർത്ത് പോൾ കാരണം പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഈ ഡയറക്ഷനിലാണ്. അത് ഇങ്ങോട്ട് അടുത്തേക്ക് കൊണ്ടുവരുമ്പോഴും പുറത്തേക്ക് എടുക്കുമ്പോഴും ഡയറക്ഷൻ മാറുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതേ ഡയറക്ഷനിലാണ് ഇവൻ കാരണമുണ്ടാകുന്ന ബാർ മാഗ്നറ്റ് കാരണമുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നത്. ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഇതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് കുറയുകയാണ്. കൂട്ടണമെങ്കിൽ ഇതേ ഡയറക്ഷനിൽ ഇദ്ദേഹം മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യണം. അതായത് ഈ ഭാഗം നോർത്ത് പോൾ വരണം. എന്നാലാണ് നോർത്ത് പോളിൽ നിന്ന് പുറത്തേക്ക് മാഗ്നറ്റിക് ഫീൽഡ് പോവുള്ളൂ. ഇദ്ദേഹം കാരണമുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ്, ആ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകണമെങ്കിൽ ഈ ഭാഗം നോർത്ത് പോളായിരിക്കണം. ഇങ്ങനെ വേണം ഇദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഈ ഭാഗം എന്തായിരിക്കണം? സൗത്ത് പോളായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവൻ പുറത്തേക്ക് എടുക്കുമ്പോൾ ബാർ മാഗ്നറ്റിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് കുറഞ്ഞു വരുന്നു. മാഗ്നറ്റിക് ഫീൽഡ് കൂട്ടാനായിട്ട് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് ശ്രമിക്കും. പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് കൂട്ടണമെങ്കിൽ, അതായത് കറണ്ട് കാരണമുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ്, ആ മാഗ്നറ്റിക് ഫീൽഡ് പുറമേയുള്ള കുറഞ്ഞു വരുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ കൂട്ടാൻ ശ്രമിക്കും. അങ്ങനെ കൂട്ടണമെങ്കിൽ ഈ ഭാഗം സൗത്ത് പോളായിട്ട് ആക്ട് ചെയ്യണം, ഈ ഭാഗം നോർത്ത് പോളായിട്ട് ആക്ട് ചെയ്യണം. ഈ ഭാഗം സൗത്ത് പോളായിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ കറണ്ട് എങ്ങനെ പോകണം? ക്ലോക്ക് വൈസ് ആയിട്ട് പോകണം. ഓക്കെ, ഒരു ബാർ മാഗ്നറ്റ് നോർത്ത് പോൾ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് കൂടുന്നു, കുറയ്ക്കാൻ നോക്കും. അതിനുവേണ്ടി ഈ ഭാഗം നോർത്ത് പോളാകണം. ഈ ഭാഗത്തുണ്ടാകുന്ന കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. ഞാൻ ഈ നോർത്ത് പോളിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് കുറയും, ഇതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് കുറയും. ഇവിടെ ഉണ്ടാകുന്ന കറണ്ട് ആ മാഗ്നറ്റിക് ഫീൽഡ് കൂട്ടാൻ നോക്കും. അങ്ങനെയെങ്കിൽ ഈ ഭാഗം സൗത്ത് പോളായിട്ട് ആക്ട് ചെയ്യണം. കറണ്ട് എങ്ങനെ പോകുന്നു? ക്ലോക്ക് വൈസ് ആയിട്ട് പോകുന്നു. ഓക്കെ, ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലെൻസസ് ലോ. വളരെ ചുരുങ്ങിയ സെൻറ്റൻസുകളിലാണ് ലെൻസസ് ലോ പറഞ്ഞിട്ടുള്ളെങ്കിലും അതിൻ്റെ എക്സ്പ്ലനേഷൻ വളരെയധികം വലുതാണ്. മാത്തമെറ്റിക്കലായിട്ട് എന്ത് എഴുതാം? നമുക്ക് E=-d∅b/dt എന്ന് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കി വയ്ക്കുക. ഒരു സർക്യൂട്ടുമായി, ഒരു ക്ലോസ്ഡ് സർക്യൂട്ടുമായി ബന്ധപ്പെട്ട ഇൻഡ്യൂസർ കറണ്ട് എപ്പോഴും ഏത് രീതിയിലാണ് ഒഴുകുകയുള്ളൂ? അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യുന്ന വിധത്തിലാണ് ഒഴുകുകയുള്ളൂ. അതായത് ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് എടുത്തു, അതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് കൂടി വരികയാണെങ്കിൽ ആ കൂടി വരുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ കുറയ്ക്കുന്ന വിധത്തിലായിരിക്കും കറണ്ട് ഡെവലപ്പ് ചെയ്യുക. ഇനി ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് കുറയുകയാണെങ്കിലോ അത് കൂടുന്ന തരത്തിലായിരിക്കും അവിടെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് കറണ്ട് ഒഴുകുക. ഒരുപക്ഷെ അത് ക്ലോക്ക് വൈസ് ആയിരിക്കും, അതല്ലെങ്കിൽ അത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ്? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഇൻ എ സർക്യൂട്ട് ഈസ് സച്ച് ദാറ്റ് ഇറ്റ് ഒപ്പോസസ് ദ കോസ് ഓർ ദ ചേഞ്ച് വിച്ച് പ്രൊഡ്യൂസസ് ഇറ്റ്. മാത്തമെറ്റിക്കലി E= ഇവിടെ നമ്മൾ മോഡ് ഇടേണ്ട ആവശ്യമില്ല. E=-d∅b/dt. നേരത്തെ പറഞ്ഞതുപോലെ മൈനസ് സൈൻ അവിടെ വന്നത് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സിനെ, അതായത് φb എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് അതിൻ്റെ ചേഞ്ച്, അതാണ് d∅b/dt. ആ ചേഞ്ചിനെ എപ്പോഴും ആര് ഒപ്പോസ് ചെയ്യും? അവിടെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് കറണ്ട് ഒപ്പോസ് ചെയ്യും. അതുകൊണ്ടാണ് അവിടെ ഒരു നെഗറ്റീവ് സൈൻ വന്നത്. ഇതാണ് അതിൻ്റെ മാത്തമെറ്റിക്കൽ ഫോം.